നല്ലപോലെ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ഈ തൗബ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന സാധനമൊന്നുമല്ല. തൗബ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പടച്ചവനെ കള്ളു കുടിച്ചല്ല നീ പൊറുത്താന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലാഹ് വ്യഭിചരിച്ചല്ല പൊറുത്ത അല്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെയല്ല. തൗബ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അതിന് ചില സിഫത്തുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10 മിനിറ്റ് കൊണ്ടിരിക്കുമോ? പെണ്ണുങ്ങൾക്ക് ഒരു ചരിത്രം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഒരു ചരിത്രം പറയട്ടെ, ഇരിക്കുമോ? അതോ മതിലിനക്കരയിൽ അടിയിലാണോ? അത് കിട്ടേണ്ടവന് കിട്ടി, പോകേണ്ടവൻ പോയി, അതിൻ്റെ കൂടെ കുറേ എണ്ണവും പോയി. അള്ളാഹു കാത്തിരിശുകുമാറാകട്ടെ. അതാ അതിൻ്റെ കൂടെ കുറേ അങ്ങ് പോയി. ആരോ 2 കുട്ടികൾ വന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് വാങ്ങിച്ച് തീർന്നു. പകുതി ഇറങ്ങി പൊക്കളഞ്ഞു. എടാ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഓടി. അള്ളാഹു ആ പാവങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവർ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ സ്വർഗത്തിൽ എല്ലാവരും പോവോ? സ്വർഗത്തിൽ എല്ലാവരും പോവോ? ഇല്ല, അവിടെ ന്യൂനപക്ഷവാ. അവിടെയും കുറഞ്ഞു പേരേ പോകൂ. ആ കുറഞ്ഞവരിൽ ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാവരും പിരിവ് തുടങ്ങുമ്പോൾ ഇതിലും കുറച്ചുകൂടെ പോകും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഞാനെങ്ങാനും പിരിവ് ചോദിക്കുമ്പോൾ ഇതിലൊക്കെ തിരിക്കുന്ന പകുതിയും പോവും. അവസാനം ദുആ ചെയ്യണ സമയത്ത് ആ ആറ്റി ഇങ്ങനെ മണലരിക്കണ പോലെ അരിച്ചരിച്ചരിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചേ കാണത്തുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവാ. നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നൊരു ചെറുപ്പക്കാരനാ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നുപോയി. ഒരു വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സഅലബ മനുഷ്യനല്ലേ, ചെറുപ്പക്കാരനല്ലേ. ആ പെണ്ണ് ഇങ്ങനെ കുളിക്കുന്നത് കണ്ടപ്പോൾ സഅലബ ഇങ്ങനെ നോക്കി. ആ പെണ്ണിനൊന്നും കാണുന്നില്ല. ഓളിങ്ങനെ അങ്ങ് കുളിക്കുക. ഈ ചങ്ങാതി ഇങ്ങനെ നോക്കി അവിടെ നിന്നു. ആ നോട്ടം ഒരുപാട് സമയം അങ്ങ് നീണ്ടുപോയി. സാധാരണ നോട്ടമല്ല. കുളിച്ചുകൊണ്ടിരിക്കുന്ന സഅലബ ഇങ്ങനെ ആ പെണ്ണിനെ ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബ ചിന്തിക്കുന്നത്, പടച്ചോനെ അല്ലാ, ഞാൻ എന്താ അല്ലാ ചെയ്തേ? നബിതങ്ങളുടെ സഹാബിയായ ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ. റബ്ബേ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ റബ്ബേ, പാവം ചെയ്തു പോയല്ലോ റബ്ബേ, ഇനി എന്താ ഞാൻ ചെയ്യാ അല്ലാ? റബ്ബേ, എൻ്റെ ദുനിയാവ് ആഖിറവും പോയി, ഇനി ഞാൻ നരകത്തിലാ അല്ലാ. ഈ സഅലബ ഇനി ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല. സഅലബ ഇനി നരകത്തിന്റെ അവകാശിയാ. സഅലബ അങ്ങോട്ട് കരയാൻ തുടങ്ങി. സങ്കടം എന്തെന്നറിയോ? ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഈ കണ്ണുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ നബിതങ്ങളെ നോക്കും? റസൂലുള്ളാഹി തങ്ങൾ എന്തായാലും മുത്തുനബി അറിയത്, ഞാൻ എങ്ങനെ ഈ കണ്ണുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? റസൂലുള്ളാഹി തങ്ങളെ ഞാൻ എങ്ങനെ നോക്കും? സഅലബ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഒരൊറ്റ ഓട്ടം മരുഭൂമിയിലേക്ക് ചെന്നു. പഴുത്ത് കിടക്കുന്ന മണ്ണ് വാരി ശരീരത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. പ്രാന്ത് പിടിച്ചവനെ പോലെ സഅലബ ഇങ്ങനെ ഓടാ. ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല. സഅലബയെ പിന്നെ ആരും കണ്ടിട്ടില്ല. നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം. മരുഭൂമിയിലൂടെ, മലഞ്ചെരുവിലൂടെ സഅലബ ഇങ്ങനെ കരഞ്ഞ് നടക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം കഴിഞ്ഞു. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട സഅലബയ്ക്ക് അള്ളാഹു പുറത്തു കൊടുത്തെന്നൊന്ന് പറഞ്ഞേക്കണേ നബിയെ. എൻ്റെ പൊന്നാര ചെറുപ്പക്കാരാ, 7 ആകാശവും കിടന്നിട്ട് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ, ജിബ്രീലേ, നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് നീ പറയണം സഅലബയ്ക്ക് അള്ളാഹു പുറത്തു കൊടുത്തെന്ന്. അള്ളാഹു പറഞ്ഞു വിടണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും, എത്ര തൗബ ചെയ്തിട്ടുണ്ടാകും, എത്രയാ സഹാബി അള്ളാന്റെ മുമ്പിൽ കിടന്ന് തൗബ ചെയ്തിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ വന്നു പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തു. അള്ളാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, സഅലബ എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ എന്ന് ചോദിക്കുന്ന സഅലബ എവിടെ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കാണാനില്ല
കാണാനില്ല നബിയേ, ആഴ്ചകളായി നബിയേ, എവിടെയാണെന്നറിയില്ല നബിയേ, എന്തു പറ്റിയെന്നറിയില്ല നബിയേ. അള്ളാന്റെ റസൂല് ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാൻ തങ്ങളെ വിളിക്കുകയാ. രണ്ട് സ്വഹാബികളെ വിളിച്ചിട്ട് പറയുന്നു, എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം, എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരയുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയതാണ്. മദീന മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് നോക്കി സഅലബാനെ കാണാനില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ മലഞ്ചെരിവിന്റെ ഭാഗങ്ങളിലൂടെ നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അതാ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ഇങ്ങനെ ചൂട് സഹിക്കാൻ കഴിയാതെ തെരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരാട്ടിടയനായ മനുഷ്യനെ കാണുന്നത്. ആടുമേയ്ക്കുന്ന ഒരാളെ കാണുകയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബയെ കണ്ടിട്ടുണ്ടോ? ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബയാണോ എന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഇന്ന സ്ഥലത്ത് ഞാൻ ആടുമായി പോയപ്പോ, ഇന്ന മലഞ്ചെരിവിന്റെ ഭാഗത്ത് ഞാൻ ആടുകളുമായിട്ട് പോയപ്പോ എല്ലും തോലുമായ മുടിയൊക്കെ ജട പിടിച്ച ഒരു ചെറുപ്പക്കാരൻ മണ്ണിനകത്ത് കിടന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരക്കുന്ന മനുഷ്യനാ ചെറുപ്പക്കാരനായിരിക്കാം. ഉമർ തങ്ങളോട് അടയാളം പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും കൂടെ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത അടയാളം വെച്ചുകൊണ്ട് മലഞ്ചെരുവിലേക്ക് ചെല്ലുമ്പോ ഉച്ച കഴിഞ്ഞു വൈകുന്നേര സമയമായി. സഅലബ ഇറങ്ങി വരികയാണ്. എല്ലും തോലുമായി വസ്ത്രങ്ങൾ കീറി മുറിഞ്ഞ് അതാ പടച്ചവനെ ഒരു പ്രാന്തനെ പോലെ സഅലബ ഇറങ്ങി വരികയാണ്. മണ്ണിൽ വന്ന് കിടന്നിട്ട് പഴുത്ത മണ്ണുവാരി ശരീരത്തിലിടുകയാ. വെയിൽ കൊണ്ട് പഴുത്തു കിടക്കുന്ന മണലുവാരി തന്റെ ശരീരത്തിലിട്ടിട്ട് സഅലബ പറയുന്നു, അല്ലാ, നരകത്തിന്റെ ചൂടെനിക്ക് താങ്ങാൻ പറ്റില്ല അല്ലാ. ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ. അല്ലാഹുവേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ, എന്ന് പറഞ്ഞുകൊണ്ട് പടുത്തു കിടക്കുന്ന തിളച്ചു കിടക്കുന്ന മണലിനകത്ത് കിടന്ന് സഅലബ നിലവിളിക്കുകയാണ്. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബ. മുത്തുനബി വിളിക്കുന്നു, സഅലബ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബ. നബി തങ്ങളുടെ പേര് പറയുമ്പോ, റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നെന്ന് പറയുമ്പോ സഅലബ വല്ലാതെ കരയുകയാണ്. ഞാൻ വരൂല ഉമറേ, നിനക്കറിയില്ല ഉമറേ, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ ഞാൻ വരൂല. അവിടെ പറഞ്ഞു, സഅലബ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. സഅലബ, എന്റെ കാലിലെ ചങ്ങല കെട്ടിയിട്ട് വേണമെങ്കിൽ വലിച്ചിടച്ചു കൊണ്ടുപോ, ഞാൻ നടന്നു വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ല, നിന്നെ കൊണ്ടുപോകും. അവസാനം സഅലബ പറയുകയാ, എങ്കിൽ ഞാൻ വരാ തയ്യാറാണ്, പക്ഷേ നമസ്കരിക്കുന്ന സമയത്തെ ഞാൻ വരൂ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്ന സമയത്തെ ഞാൻ വരൂ. ഉമർ തങ്ങൾ സമ്മതിക്കുകയാണ്. അങ്ങനെ പടച്ചവനെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കാൻ സമയമായി. മദീനത്തു മസ്ജിദ് നബവിയിലേക്ക് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സഅലബയെ കൊണ്ടുവരികയാണ്. എല്ലാവരും നിസ്കരിക്കാ പള്ളിക്കകത്ത് കയറി. ഉമർ തങ്ങളും അതാ സൽമാൻ തങ്ങളും മുതുവെടുത്ത് കയറി. സഅലബയും മുതുവെടുത്ത് കൊണ്ട് നിസ്കരിക്കാൻ വരികയാണ്. പള്ളിക്കകത്തേക്ക് കയറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുകയാ, കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
ഖുർആനിലെ ഒരായത്ത്, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അല്ല പറയുന്ന ഒറ്റ ആയത്ത് കേട്ടപ്പോ നിലവിളിച്ച് താഴെ വീണു ചെറുപ്പക്കാരാ. സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീണടാ. നമസ്കാരം കഴിഞ്ഞു, മുത്തുനബി കടന്നു വന്നു. സഅലബയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. നബി തങ്ങൾ ചോദിക്കുന്നു, എന്ത് കോലമാ സഅലബ? എവിടെയായിരുന്നു സഅലബ? നീ എവിടെയായിരുന്നു സഅലബ? അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബ. നിന്റെ വീട്ടുകാര് നിന്നെ കാണാനിട്ട് വല്ലാത്ത ടെൻഷനാട്. നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാറ്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, 7 രാത്രികൾ കഴിഞ്ഞു. 8ാമത്തെ ദിവസമായപ്പോ സൽമാനുൽ ഫാരിസി ഓടി വരുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടി വരികയാണ്. ഉറക്കമില്ല നബിയേ, 8 ദിവസമായിട്ട് ഉറക്കമില്ല നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ഞാൻ സമാധാനിപ്പിച്ച് വിട്ടതല്ലേ? ഉറങ്ങുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കുന്നില്ല നബിയേ, രാവും പകലും കരച്ചലാ നബിയേ. നരകത്തിലാ, ഞാൻ നരകത്തിലാ. അല്ലാഹുവേ, ഇത് പറന്നുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മരിക്കാ സമയമായി നബിയേ. സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. മുത്തി നബിയോട് പറഞ്ഞു വന്നു വരാര്, സഅലബയെ കാണാര്. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബ നബി തങ്ങളെ കാണാൻ പോയി. ചെറുപ്പക്കാരാ, അല്ലാഹുവേ, കടന്ന് പിടയുകയാ, കടന്ന് പിടയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചാരത്തു ചെന്നിരുന്നു. സഅലബയുടെ തല പിടിക്കുകയാണ്, സഅലബയുടെ തല പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മടിയിലേക്ക് വെച്ചു. സഅലബയുടെ തല പൊക്കിയിട്ട് മടിയിലേക്ക് വെച്ചു. സുബ്ഹാനല്ലാഹ്, സഅലബ തല വലിക്കുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ച തല വലിച്ചങ്ങ് താഴെയിടുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ, മുത്തുനബിയുടെ മടിയിൽ നിന്ന് തലവടിച്ച് താഴെ വലിച്ച് താഴേക്കിട്ട സഅലബയോട് നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കിഷ്ടമായില്ലേ സഅലബ? എന്റെ മടിയിൽ തല വെച്ചത് നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കും സഅലബ, എന്റെ മടിയിലൊന്ന് തലവെക്കാ, ഞാൻ അവരുടെ ശരീരത്തിലൊന്ന് തൊടാറ്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും, ഞാനൊന്ന് തൊടാൻ, ഞാനൊന്ന് വരാൻ. ഞാൻ നിന്റെ ചാരത്ത് വന്നിട്ട് എന്റെ കൈ കൊണ്ട് നിന്റെ തലയെടുത്ത് എന്റെ മടിയിൽ വെച്ചപ്പോ നീ വലിച്ച് തറയിലേക്ക് ഇടുന്നല്ലോ സഅലബ. ഇഷ്ടമില്ലേ സഅലബ? ഇഷ്ടമായില്ലേ സഅലബ? സഅലബയുടെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, വല്ലാത്ത ഇഷ്ടമാ നബിയേ. ഏതൊരു മനുഷ്യനും കൊതിക്കും നബിയേ. അതൊക്കെ വലിയ ഭാഗ്യമാണ് നബിയേ, അതൊക്കെ വലിയ ഭാഗ്യമാണ് നബിയേ. പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല. അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാ ഈ സഅലബയ്ക്ക് അർഹതയില്ല നബിയേ. ഈ തറയിൽ കിടന്നു ഞാൻ പിടയുമ്പോ, ഈ തറയിൽ കിടന്നു മരണവേദന കൊണ്ട് ഞാൻ കിടന്നു പിടയുന്ന സമയത്തെങ്കിലും എന്റെ റബ്ബെനിക്ക് പുറത്തു തന്നാലോ, എന്റെ റബ്ബനോട് കരുണ കാണിച്ചാലോ. അതുകൊണ്ടാണ് തല പിടിച്ച് താഴെ ഇട്ടതെന്ന് പറയുമ്പോ വയലുകൾക്കാൻ വന്നിരിക്കുന്ന അല്ലാഹുവിന്റെ വലിയന്റെ ഉറൂസിന്റെ അവസാന രാത്രി ഈ മസ്ജിദിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഉപ്പമാ
ഉപ്പമാരോട് ഉമ്മമാരോട് ഇതിനാ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. പടച്ചവനെ ഇതുപോലെ റബ്ബിനോട് ചോദിക്കാൻ കഴിഞ്ഞാൽ റബ്ബേ അല്ലാഹു നമ്മുടെ പാപം പൊറുക്കുമടോ. പക്ഷേ പെങ്ങളെ അങ്ങനെ ഒരു മനസ്സ് നമുക്കില്ലാതെ പോയല്ലോ. കാരണം നമ്മുടെ ഹൃദയം കരിമ്പാറയെ പോലെ കല്ലായിരിക്കുകയാ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും കറുത്ത ഒരു പുള്ളി വീഴുകയാണ്. അങ്ങനെ പുള്ളി വീണ് നമ്മുടെ ഹൃദയം കറുത്തു പോയടോ, നമ്മുടെ ഹൃദയം മരിച്ചു പോയടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തരുന്ന അവസരമാ, പാഴാക്കല്ലേ ഉമ്മ. നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയത് മുഴുവനും ഓർമ്മ വരട്ടെ. അല്ലാഹുവിന്റെ മുമ്പിലേറ്റു പറയാറ്, ചെയ്തത് മുഴുവനും വഞ്ചിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും ആരും അറിയാതെയും അറിഞ്ഞും രഹസ്യമായി പരസ്യമായി ചെയ്ത പാപങ്ങൾ മുഴുവനും നിന്റെ മനസ്സിലേക്ക് അല്ലാഹുവേ സർവ്വതും ഒന്ന് ഓർമ്മ വരട്ടെ. പൊറുക്കന്റെ പാപം. എന്നിട്ട് അല്ലാഹുവോട് പറയണം, നിന്റെ ഹൃദയത്തിലേക്ക് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഓർമ്മ വരണം. അല്ലാഹുവോട് പറയണം, പാപങ്ങൾ ഓരോ നിന്നി നീ കരയേണ്ടതാ. വിജനസ്ഥലം മദീനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിന് തോന്നണം. പടിവാതിലൊഴിയാതെവിടെയും നീ കരയടേ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും സെക്സ് കണ്ടതും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തത് മുഴുവനും നിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരണം. നിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വരണം. എല്ലാം ഓർത്തു വെച്ചിട്ട് രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പിടിച്ച് പൊറുക്കന്റെ പാപം സ്വയ്യദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ. നഫ്സെന്ന ഉന്തി തല്ലി വിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറഞ്ഞോ മക്കള്, അല്ലാഹുവോട് പറഞ്ഞോ പെങ്ങള്, അല്ലാഹുവോട് തൗബ ചെയ്തോ വാപ്പാ. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തിക്കോ. നഷ്ടപ്പെടുത്തല്ലേ, പരാജയപ്പെടല്ലേ. ഖസറ ദുനിയാ വല്ലാഖിറ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യമെന്താ? അത് അല്ലാഹുവിന്റെ കലാമാ. അത് അല്ലാഹുവിന്റെ കലാമാ. ഖുർആനാണ്, ഖുർആനാണ്. ആ ബോധം നിനക്കുണ്ടാകണേ. ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണെന്നുള്ള ബോധം അത് ഓതുന്നവരുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ബോധത്തോടുകൂടി ഖുർആൻ ഓതാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ആ ഖുർആൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആ ഭാഗ്യവാന്മാരിൽ, ആ ഭാഗ്യവതികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സമയം 11:12 ഇപ്പം നമുക്ക് വിടുവാണെങ്കിൽ 1 മണിക്കെങ്കിലും ഇവിടുന്ന് പിരിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. ചില ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം പഴയതുപോലൊന്നും ആയിട്ടില്ല. ഡോക്ടർമാർ സർജറിയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ദുആയിൽ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്തവരുണ്ട്. ഈ മഖാമിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പട്ടിട്ട ഉമ്മമാരുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാവരുടെ ദുആയിൻ്റെ ബലത്തിൽ ഞാനിങ്ങനെ പോകുന്നു. ഇൻഷാ അല്ലാഹ്
ഇത് ഇപ്പോൾ തന്നെ മൂന്നാമത്തെ 4-ാമത്തെ പ്രസംഗം ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി അൽഹംദുലില്ലാ ഒരുപാട് പരിപാടികളൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികൾ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ നാളെ മംഗലാപുരത്തൊരു വയലുണ്ട്, സമയമുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ എല്ലാവരും വയലുകളൊക്കെ കേൾക്കുക ഇൻഷാ അല്ലാ. ജനുവരിയിൽ നിങ്ങളുടെ മാണിക്കൂത്ത് എൻ്റെ തറവാടാണ്, ആദ്യമായിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയത് മാണിക്കൂത്ത്. അൽഹംദുലില്ലാ മാണിക്കൂത്ത് ഉറൂസിൽ ഇൻഷാ അല്ലാ ജനുവരിയിലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും പരിപാടികൾ പങ്കെടുക്കുകയും അതിനപ്പുറം ആഫിയത്തിനും ആരോഗ്യത്തിനും അൽഹംദുലില്ലാ ദീനിൻ്റെ ദഅവത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാനും 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഇബാദത്തിന് തടസ്സം വരരുത്. എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഞാൻ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത വേദന. അപ്പോഴാണ് ഓർക്കുന്നത് പടച്ചവന് ജുമായും കളഞ്ഞിട്ട് സിനിമ കാണാൻ പോകുന്ന ചെറുപ്പക്കാരുടെ അവസ്ഥ. എടാ പള്ളിയിൽ വെള്ളിയാഴ്ച പോലും ജുമയ്ക്ക് പോകാതെ ജുമാക്ക് പോലും പോകാതെ കറങ്ങി നടക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു സുഖമില്ലാതെ. സത്യം പറഞ്ഞാൽ ആ ളുഹറിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ വല്ലാതെ സങ്കടപ്പെടും. ആരോഗ്യമുള്ള കാലത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, അവനവനവനവൻ്റെ ശരീരങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, അള്ളാഹു രോഗങ്ങൾക്ക് അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യല്ലേ. ഇൻഷാ അല്ലാ അടുത്ത കൊല്ലം ഇവർ വിളിക്കുവാണെങ്കിൽ വരാം ഇൻഷാ അല്ലാ. അടുത്ത കൊല്ലം വിളിക്കുമായിരിക്കില്ലേ? അടുത്ത കൊല്ലം വിളിക്കുവാണ്. അവസാന ദിവസമൊന്നും വേണ്ട, ആൾക്കാരൊക്കെ വയത് പറയാൻ പറ്റുന്നൊരു ദിവസം മതി ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു കൂടാൻ ആയുസ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ ദുആ ചെയ്യല്ലേ. ഒരുപാട് പേരുടെ ദുആ വസീയത്തൊക്കെ ഉണ്ട്. പിരിവല്ലോ ഉണ്ടോ? ഇവിടെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 22 മക്കൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര കുട്ടികളുണ്ട്? മൊത്തം എത്ര കുട്ടികൾ? 22 കുട്ടികളുണ്ട്. എത്ര കുട്ടികൾക്കായി? 5 കുട്ടികളുടെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ ആരാണോ ആ 5 മക്കളെ ഏറ്റെടുത്തത്, റഹ്മാനായ അള്ളാഹ് നീ അവരെ ഏറ്റെടുക്കണേ പടച്ചോനെ. അള്ളാഹു നീ അവരെ ഏറ്റെടുക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അള്ളാഹ് എത്രയോ പൈസ വെറുതെ കളയുന്നിടും. നമ്മൾ എത്രയോ പൈസ വെറുതെ കളയുന്നു. എണ്ണ അടിച്ച് എത്ര കളയുന്നു, റീചാർജ് ചെയ്ത് എത്ര കളയുന്നു, തിന്ന് കളയുന്നു. ഇതൊന്നുമല്ലടോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 22 മക്കൾ ഇവിടെയുണ്ട്. നിന്റെ മോനെ ഹാഫിളായില്ല, നിനക്കേ ആകാൻ പറ്റിയില്ല. എടാ പടച്ചവനെ, ഒരു ഹാഫിളിൻ്റെ ഒരു വളർത്തു മകനെയെങ്കിലും എടുത്തൂടെ? ഒരു വളർത്തു മകനെയെങ്കിലും എടുത്തൂടെ? പെങ്ങളെ അരപ്പവൻ്റെ പൈസയല്ലേ ഉള്ളൂ ഒരു കുട്ടിക്ക് ഒരു വർഷം ഭക്ഷണം കഴിക്കാനുള്ള പൈസ. നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരത്തിൻ്റെ പൈസയല്ലേ ഉള്ളൂ. ഈ ഹാഫിളിൻ്റെ ഉമ്മയാകാൻ കിട്ടുന്ന ഭാഗ്യം എത്ര വലുതാ ഉമ്മ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ഉസ്താദെ ഞാനുണ്ടെന്ന് പറയാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോനെ ഹാഫിളാക്കണമെന്ന്. അള്ളാഹു എൻ്റെ പൊന്നു മോനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മോനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അവൻ ഓരോ ജുസ് പഠിക്കുമ്പോഴും ഞാൻ ഓടിപ്പോകും. ഇന്നലെ എൻ്റെ മകനെ ഞാൻ കാണാൻ പോയി. എനിക്ക് പിരിയാൻ വയ്യാത്തതുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോഴും ഞാൻ എൻ്റെ മോനെ കാണാൻ പോകും. ഓരോ ദിവസവും ഞാൻ ഉസ്താദിനോട് വിളിക്കുമ്പോൾ പറഞ്ഞു 2 ആയി, 2.5 ആയി, 3 ആയി. ഇന്ന് എൻ്റെ 3 യൂസ് പൂർത്തിയായി. അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹാഫിളാക്കി തരുമാറാകട്ടെ. ഒരു ദിവസം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും നമ്മളുടെ മക്കളെ ഹാഫിളാവണം, അതൊക്കെ കാണാനൊരു ആഗ്രഹമാടോ. ഹാഫിളായ എന്താ ചങ്ങാതി, 40 പേര് അവന്മാർ കൊണ്ടുപോകില്ലേ? അതാ ചിന്തിക്കണ്ടേ. എടാ ഒരു മകൻ ഹാഫിളായാൽ അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമല്ലോ. അതുപോരെ? ഒരു കുടുംബത്തിൽ ഒരാൾ പോരെ, ഒരു വീട്ടിൽ ഒരാൾ പോലെ. എൻ്റെ മോൻ സിനാൻ ഹാഫിളായ അവൻ കൊണ്ടുപോലെ ഞങ്ങളൊക്കെ. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട എന്താ, നമ്മുടെ കുടുംബത്തിലൊരു ഹാഫിള് വേണം. ഉസ്താദ് മോനാകണമെന്നില്ലല്ലോ, വല്ലവൻ്റെ മോനെ എങ്കിലും എടുത്ത് വളർത്തുമ്മ. ഇവിടെ പഠിക്കുന്ന ഒരു മോനെ നീയല്ലേ ഒരു വർഷം ഭക്ഷണം കൊടുത്തത്? ഒരു വർഷം അവൻ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം കൊടുത്തു. 39 പേരെ അവൻ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ. നിന്നെ അവൻ മറക്കുവോ? നിങ്ങളെ അവൻ മറന്നുവോ? എടാ കഞ്ചും കള്ളും കഞ്ചാവും തമ്മിലടിയും. പടച്ചവന് ഓരോ മക്കളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടാ? വാപ്പ തന്നെ അവനെ കാണുമ്പോൾ സങ്കടം, അല്ല ഇവനെന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന്. ഇന്ന് നമ്മൾ വളർത്തുന്ന മക്കളെ കാണുമ്പോൾ ഉപ്പായിക്ക് തന്നെ സങ്കടം, ഉമ്മായിക്ക് തന്നെ പറഞ്ഞ അനുസരിക്കത്തില്ലൂടെ. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഉമ്മാനെ ചീത്ത വിളിക്കും, വാപ്പാനെ തല്ലാൻ പോകും. ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നു. വല്ല ഉപകാരമുണ്ടോ? കിട്ടിയില്ലെങ്കിൽ പോയി. പക്ഷെ ഈ മക്കൾക്ക് നീ ആഹാരം കൊടുത്താൽ ആ 39 പേര് 40 പേരിൽ ഒരാള് നീയാ ഉമ്മ, നീയാ ഉപ്പ. ഓൻ ഖുർആൻ പഠിച്ചവനല്ലേ. ഖുർആൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഓതാൻ പറ്റുമോ? ഇല്ല. കാരണം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ.
അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക്. ഞാൻ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയും എൻ്റെ പള്ളിയിൽ ഒരു ഹിഫ്ള് കോളേജ് കുട്ടികളുണ്ട് പഠിക്കുന്നേ. അപ്പോൾ കുരുത്തക്കേട് കാണിക്കും. ഡോറൊക്കെ ചാരിയിട്ട് ഹൗലി ചാടും. ഒതുകൊടുക്കുന്ന ഹൗലിലൊക്കെ ചാടുമാര്. ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സ്പീഡ് കുറച്ചിട്ടിട്ട് അതിൻ്റെ ഇടയിലൂടെ ഫുട്ബോൾ അടിക്കുക. ഫാനിൻ്റെ ലീഫിൽ കൊള്ളാതെ ഇടയിലൂടെ അത്രയ്ക്കും കുരുത്തക്കേട്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര കുരുത്തക്കേട് കാണിച്ചാലും ആ മക്കൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരല്ലേ. നമുക്ക് ഭാഗ്യമുണ്ടോ ഖുർആൻ പഠിക്കാൻ? നമുക്ക് ഖുർആൻ ഓതാൻ ഭാഗ്യമുണ്ടോ? ഖുർആൻ പഠിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹ് ഒരു മുത്തഅല്ലിമിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ സഹോദര. നമ്മുടെ കൂടെ ഒരു ശൈത്താനേ ഉള്ളെങ്കിൽ ഈ ഖുർആൻ പഠിക്കുന്നതിൻ്റെ കൂടെ 10 ശൈത്താൻ നടക്കുക അവനെ പിഴപ്പിക്കാൻ. അപ്പം അവനെ നമ്മൾ എത്ര പരിഗണിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 22 മക്കളുണ്ട്. അതിൽ 5 പേരെ ഏറ്റെടുത്തു. എനിക്കൊരാൾ ആരെങ്കിലും ഉസ്താദെ ഒരു മോനെ എനിക്ക് വേണം ഉസ്താദെ. അവൻ 1 വർഷത്തേക്കുള്ള ഭക്ഷണം ഇൻഷാ അള്ളാഹ്. ഒരു കുട്ടിക്ക് 1 വർഷം 40,000 രൂപ. ഉസ്താദെ ഒരു മോനെ എനിക്ക് വേണം. അൽഹംദുലില്ലാ, ഹറാമ് തിന്നാൻ പറ്റൂലല്ലോ, എല്ലാവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ പറ്റൂലല്ലോ. ഹലാലായ ഭക്ഷണമല്ലേ ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് പറ്റത്തുള്ളൂ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഉസ്താദെ ഒരു മോനെ എനിക്ക് വേണം, എനിക്ക് ആ 40 പേരിൽ ഒരാളാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് കൈപൊക്കണം. ഉസ്താദെ ഒരു ഹാഫിളിനെ എനിക്ക് വേണം. ആരാ ഉള്ളേ? എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. സംഘാടകരൊന്ന് പോകണം. 40,000 രൂപ 1 വർഷത്തേക്ക്. അൽഹംദുലില്ലാ, ഓരോ മാസവും നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവന്ന് കൊടുത്താൽ മതി. അൽഹംദുലില്ലാ, ഒരു കുട്ടിക്ക് 1 വർഷത്തേക്കുള്ളത്. ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുക, പടച്ചോനെ 40,000 എന്ന് കേട്ടപ്പോൾ താത്താടെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരത്തിൻ്റെ ഉള്ളൂ. ഒന്ന് പൊക്കെ ആരെങ്കിലും ഒരാൾ കാണും. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരടിമ ഈ മജ്ലിസിൽ കാണും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങൾ സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. ആരെങ്കിലും ഉണ്ടോ ഇൻഷാ അല്ലാഹ്? സദസ്സിലോ സ്റ്റേജിൽ ആരെങ്കിലും? അൽഹംദുലില്ലാ. എവിടെ മോനെ? എഴുന്നേക്കടാ ചങ്ങാതി, എഴുന്നേക്ക്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേക്ക് മോനെ. 2 ഇതേ ഉള്ളടാ ജീവിതത്തിൽ. ഇത്രയും പ്രായമുള്ളവന്മാരും നിങ്ങൾക്കറിയാം എത്ര പൈസക്കാർ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പെണ്ണിന്റെ ശരീരത്തിൽ ഇപ്പൊ അഴിച്ചാൽ മതി 10 പവൻ കിട്ടും. 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം വിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. 40,000 രൂപ. പ്രായമുള്ള വാപ്പമാർ ഇവിടെ ഇരുന്നപ്പോ 2 ചെറുപ്പക്കാരാ. ഞാൻ ഇതാ പറഞ്ഞേ, ഞാൻ ചെറുപ്പക്കാരെ കുറ്റം പറയൂല. അവരടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ അവന്മാരെ ഒന്നും പറഞ്ഞില്ല. എവിടെ നോക്കിയാലും മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് നടക്കും. എല്ലാം കള്ളും കഞ്ചാവും ഒന്നും അല്ലടോ. അവരുടെ ഇടയിൽ ഈമാനുള്ളവരുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാ ഈ മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് ഓന്റെ കോലം നോക്കിയിട്ട് അവനെ കുറ്റപ്പെടുത്തും. പക്ഷെ ഇവിടെ താടിയും തഴമ്പുമായിട്ട് നടക്കുന്നവൻ അവനെക്കാളും ഗതികെട്ടവനാ. ആ മുടിയും വളർത്തി നടക്കുന്ന ചെറുപ്പക്കാരൻ നല്ലവനാ. അവൻ പള്ളി വരത്തില്ല, വെള്ളിയാഴ്ച വരത്തുള്ളൂ. ആ ചെറുപ്പക്കാരൻ വെള്ളിയാഴ്ച മാത്രമേ പള്ളി വരത്തുള്ളൂ. വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോകും. ഈ താടിയും തഴമ്പുള്ള വാപ്പ 5 വക്കത്ത് പള്ളി വരും. ഇവിടെ ഇരുന്ന് പച്ച ഇറച്ചി തിന്നിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം നല്ലവനാരാ? അപ്പൊ അൽഹംദുലില്ലാ, ഇവിടെ ചെറുപ്പക്കാരാണ് അവിടെ കൂടിയത്. 2 ചെറുപ്പക്കാർ എഴുന്നേറ്റ്, ഉസ്താദെ ഞങ്ങളുണ്ട് ഉസ്താദെ, എനിക്ക് ആകാൻ പറ്റിയില്ല. അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന 2 മക്കളെ ഉസ്താദ് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് 2 മക്കൾ. ആരാ? ഒരാൾ ഇവിടെ സ്റ്റേജിൽ ഉസ്മാൻ വാറപ്പള്ളിക്കാരാണോ? അടുത്ത ഉറൂസിനും വിളിച്ചിട്ടുണ്ടല്ലോ. പെണ്ണ് കെട്ടിയൊക്കെ ഇവിടുന്നാണ്. ഇതേപ്പോ മോൻ കാണട്ടെ. അൽഹംദുലില്ലാ, പാറപ്പള്ളിയിൽ ഇവിടുത്തെ ഈ പള്ളി അങ്ങനെ കൂട്ടിക്കോ. അൽഹംദുലില്ലാ, 2 ചെറുപ്പക്കാരനും. ഇതിനു പിന്നെ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റൂലല്ലോ. അൽഹംദുലില്ലാ, ഒരു സഹോദരൻ 3. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമുറഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന ഒരു പെണ്ണു പോലും അനങ്ങാതെ ഇരുന്നപ്പോ 2 ചെറുപ്പക്കാര് തമ്പുരാന് 10-20 വയസ്സുള്ള 2 ചെറുപ്പക്കാര് ഉസ്താദേ ഖുർആൻ പഠിക്കുന്ന മക്കളല്ല,
മക്കളല്ലേ, ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് 2 ചെറുപ്പക്കാര്, ഒരു സഹോദരൻ പടച്ചവന്, ഈ 3 പേരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയോ, ഞങ്ങൾ പറഞ്ഞ ഈ അഫ്ളൽ ദിക്ർ 70,000 ഇരട്ടിയാക്കി ഈ 3 പേരുടെ കുടുംബത്തിൽ മരിച്ചവരുടെ ഖബറിൽ എത്തിക്കണേ തമ്പുരാന്. അവരുടെ ഖബർ വെളിച്ചമാക്കണേ തമ്പുരാന്. മഗ്ഫിറത്ത് നൽകണേ തമ്പുരാന്. മണ്ണറ മണിയറയാക്കണേ തമ്പുരാന്. പെരുന്നാളിന്റെ സന്തോഷമാക്കണേ തമ്പുരാന്. ഇതുപോലെ ഒരു മകനെ എന്റെ റബ്ബനിക്ക് തന്നല്ലോ എന്നോർത്തവര് സന്തോഷിക്കണേ അല്ലാ. ഈ സഹോദരന്റെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആ മക്കൾക്ക് നല്ല ഇണയെ കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. റഹ്മാൻ റഹീമായ അല്ലാ. ഖുർആൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഈ 3 പേരെയും നീ പെടുത്തണേ അല്ലാ.